അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള പെരുന്നാൾ വിശേഷം അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ കണ്ടിഷ്ടമായി ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇടണോ വേണ്ടോ എന്ന് രണ്ട് മനസ്സായിരുന്നു. പിന്നെയും വിചാരിച്ചു എന്തായാലും ഷെയർ ചെയ്യുക, എല്ലാ പ്രാവശ്യവും ഇടുന്നതല്ലേ, മാത്രമല്ല ഇപ്രാവശ്യം നമ്മുടെ ഫാമിലിയെല്ലാം ഒന്നിച്ചിട്ടുള്ള ഇതാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മുടെ മസാലൻ്റെ പണികളെല്ലാം തകൃതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ റെസിപ്പി വീഡിയോ ഒന്നും അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല, കുറേ പ്രാവശ്യം ബിരിയാണിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഇതാ നല്ല ചൂടോടെ ചായയും മുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും മഷാല്ല പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇത് മുട്ടയും ചായയും കൂട്ടി അടിച്ചിട്ട് ഇതാ എല്ലാവരും പള്ളിയിലേക്ക് പോകലാണ് ഗൈസ്. പിന്നെ ബ്രദറിൻ്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ഞാൻ പിന്നെ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് എല്ലാം എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ സമയം നമ്മൾ വീട്ടിൽ നിന്ന് കുളിയും പെരുന്നാൾ നിസ്കാരവും പിന്നെ ഫുഡ് ഉണ്ടാക്കലെല്ലാം ആയിട്ട് അങ്ങനെ ഫുള്ള് ബിസി ആയിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ നമ്മളിതാ ചൂടോടെ നെയ്പ്പത്തിൽ ചുടലാന്ന്. അപ്പോൾ ഇതാ ഉമ്മ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം നെയ്പ്പത്തിൽ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഇതാ കുറച്ച് ഉമ്മ ചുട്ട് ബാക്കി ഇതാ ഞാൻ ചുട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പം ചൂടോടെ ഇങ്ങനെ കൊണ്ടിടുന്ന പാത്രം ഇങ്ങനെ കാലിയാകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ വരുന്നത് എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല ക്രിസ്പിയൻ ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ നെയ്പ്പത്തിൽ അങ്ങനെ അതും പിന്നെ നല്ല മട്ടൻ മസാലയും പിന്നെ ഒരു പീസ് ചിക്കൻ ഫ്രൈ എടുത്തിട്ട് അങ്ങനെ ഉഷാറിൽ നമ്മൾ ഫുഡ് കഴിച്ച്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊന്നും കൂടി ആ പെരുന്നാളിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഇതാ നമ്മുടെ ബിരിയാണിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മുട്ടമാലയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ നല്ല തകൃതിയിൽ മുട്ടമാല ഉണ്ടാക്കി. അങ്ങനെ ഇതാ നമ്മൾ മാല ഇതാ അവിടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി. ഞാനിതാ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല കിങ് ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കാൻ്റെ ഫ്രണ്ടിന് ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് സെറ്റാക്കി എടുത്ത് അത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ ഇതാ അങ്ങനെ നമ്മളും എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകലാണ്. എന്നിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ട്. മാഷാഅല്ലാ അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളും കഴിക്കലാണ്. നല്ല ബീഫ് ബിരിയാണി, പിന്നെ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ്, പിന്നെ ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടി നല്ലൊരു കിടിലം ഫിഷ് ഫ്രൈയും കൂട്ടി അടിക്കുമ്പോഴുള്ള ആ സുഖം ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. പൊളിയായിട്ടുള്ളൊരു ബിരിയാണിയും നല്ല ഫീലാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ നമ്മുടെ ഉമ്മയും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. ഇതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ഡ്രസ്സ്. പിന്നെ എല്ലാവരും കൂടി പുറത്തു പോയി. പിന്നെ നമ്മുടെ ആമാൻ്റെ വീട്ടിൽ പോകാനുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ സിസ്റ്ററിൻ്റെ മോള് തൂവ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവളെയും ഒന്ന് പിക്ക് ചെയ്യണം, സൊഹാറിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ പാർക്കിൽ പോയി ആദ്യം ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ ഇതാ നമ്മൾ ആമാൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇതാ എല്ലാവരോടും ഇത് ബാറൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വിട്ടത് പിന്നെ ലുലുവിലേക്കാണ്. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഏറ്റവും മേലത്തെ ഫ്ലോറിൽ വന്ന് നമ്മളിവിടെ ഇരുന്ന്. അപ്പോൾ അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൂബ. അപ്പോൾ അവിടുത്തെ അവളെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ ബോർഡറിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, അതുകൊണ്ട് നമ്മളിതാ ഇവിടെ വന്നിട്ട്
അങ്ങനെ ഉമ്മ ഇതാ കുതിരനെ കണ്ടപ്പോൾ ആടിന് ഓർമ്മ വന്നെന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഇതാ കട്ട പോസ്റ്റായിട്ട് അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് പിന്നെ ഇതാ അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 മണിയായപ്പോഴാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ തൂവ മാഷാ അല്ലാഹ് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് വന്ന വീഡിയോ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതൊക്കെ വരും. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ തൂവ വരുമ്പോൾ ഇതാ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രദറിനോട് പറയുന്നത് ഇങ്ങോട്ട് വന്നു ഞാൻ വീഡിയോ എടുക്കട്ടേത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. അങ്ങനെ ഇതാ എല്ലാവരോടും സലാം ചൊല്ലി അവരൊക്കെ മസ്കറ്റിലേക്ക് പോയി. തൂബ അവരെ കസിൻസിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഷിനാസിലോട്ടേക്ക് പോകലാണ്. അപ്പോൾ ഇതാ ഉമ്മക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഹാപ്പിയായി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സറൂക്ക് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സറൂക്കൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലെല്ലാം കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസും എല്ലാവരും കാണാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിരുന്നു. ഫാമിലി എല്ലാം കൂടിയപ്പോൾ ഇനി മൈതാനപ്പള്ളി മാഷാ അല്ലാഹ് എല്ലാവരും കൂടിയപ്പോൾ പൊളി വൈബായിരുന്നു. അങ്ങനെ ഇതാ ബ്രദർ ഇവിടുത്തെ ഫ്രൂട്ട്സ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല കിടിലം വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ.